നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കാസർഗോഡ് നഴ്സിംഗ് വിദ്യാർത്ഥി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. 3ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനി പാണത്തൂർ സ്വദേശി ചൈതന്യയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഗുരുതരാവസ്ഥയിലായ പെൺകുട്ടിയെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹോസ്റ്റൽ വാർഡൻ മാനസികമായി പീഡിപ്പിച്ചതാണ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാശ്രമത്തിന് കാരണമെന്ന് സഹപാഠികൾ. നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. തിരുവനന്തപുരം പാലോട് നവവധു ഇന്ദുജയുടെ ആത്മഹത്യയിൽ ഭർത്താവ് അഭിജിത്തും സുഹൃത്ത് അജാസും അറസ്റ്റിൽ. ആത്മഹത്യയ്ക്ക് കാരണം ഇരുവരുടെയും മർദ്ദനവും മാനസികവുമായ പീഡനവുമാണെന്ന് പോലീസ് പറയുന്നു. ആത്മഹത്യയ്ക്ക് തൊട്ടു മുൻപ് ഇന്ദുജയ്ക്ക് വന്ന ഫോൺ കോൾ അജാസിന്റേതെന്നും പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു. പാലോട് മരിച്ച ഇന്ദുജയ്ക്ക് ഭർത്താവിന്റെ സുഹൃത്തിൽ നിന്ന് മർദ്ദനമേറ്റിരുന്നതായി മൊഴി. മരണത്തിന് 2 ദിവസം മുൻപ് കാറിൽ വെച്ച് ഭർത്താവ് അഭിജിത്തിന്റെ സുഹൃത്തായ അജാസാണ് ഇന്ദുജയെ മർദ്ദിച്ചത്. ഇരുവരുടെയും ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ഇന്ദുജയുടെ മരണം കൊലപാതകമാണെന്ന് ബന്ധുക്കൾ. കൊലപാതകത്തിൽ ഭർത്തൃമാതാവിനും പങ്കെന്നും ബന്ധുക്കൾ ന്യൂസ് 18നോട്. ADM നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നതായി പോലീസ് റിപ്പോർട്ട്. ഒക്ടോബർ 15-ന് കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് ഈ പരാമർശം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രക്തക്കറയുടെയോ പരുക്കിന്റെയോ പരാമർശങ്ങളില്ല. നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണെന്ന സംശയത്തിന് ബലം നൽകുന്നുവെന്ന് കെ സുരേന്ദ്രൻ. നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടെത്തിയ പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഗൗരവമുള്ളതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും FIRലും ഇതിനെപ്പറ്റി പരാമർശമില്ലാത്തത് സംശയാസ്പദമാണ്. ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ നടന്നുവെന്നത് വ്യക്തമാണെന്നും സുരേന്ദ്രൻ. നടൻ ദിലീപിന്റെ ശബരിമലയിലെ VIP ദർശന വിവാദത്തിൽ വീഴ്ച സമ്മതിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ദിലീപിന് സൗകര്യമൊരുക്കിയപ്പോൾ സാധാരണ തീർത്ഥാടകരുടെ ദർശനം തടസ്സപ്പെടുത്തിയത് ഗുരുതര വീഴ്ചയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. മുറി ഉൾപ്പെടെ നൽകിയത് സാധാരണ നടപടി മാത്രമെന്നും പ്രശാന്തിന്റെ ന്യായീകരണം. മല്ലു വാട്സാപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ സസ്പെൻഷനിലുള്ള IAS ഓഫീസർ K ഗോപാലകൃഷ്ണനെ പ്രതിക്കൂട്ടിലാക്കി പോലീസ് റിപ്പോർട്ട്. K ഗോപാലകൃഷ്ണന്റെ പ്രവൃത്തികളിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസിന്റെ നിഗമനം. ഗോപാലകൃഷ്ണന്റെ പരാതി സത്യമെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫോൺ ഫോർമാറ്റ് ചെയ്തതിൽ അടിമുടി ദുരൂഹതയാണെന്നും പോലീസ് റിപ്പോർട്ട്. ത്രിദിന കേരള സന്ദർശനത്തിന് ധനകാര്യ കമ്മീഷൻ കൊച്ചിയിലെത്തി. കമ്മീഷന് സമർപ്പിക്കാനായി വിശദമായ മെമ്മോറാണ്ടം തയ്യാറാക്കിയിട്ടുണ്ടെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ അഭിപ്രായം കമ്മീഷനെ അറിയിക്കുമെന്നും മന്ത്രി KN ബാലഗോപാൽ. കേരളത്തിന് ന്യായമായി ലഭിക്കാനുള്ളത് മുഴുവൻ കിട്ടത്തക്ക വിധത്തിൽ കേരളത്തിന്റെ പ്രത്യേകതകൾ ചൂണ്ടിക്കാണിച്ചാണ് ധനകാര്യ കമ്മീഷന് മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അർഹമായ പരിഗണന കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി. കേരള സന്ദർശനം വെട്ടിച്ചുരുക്കി പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ മടങ്ങുന്നു. ചൊവ്വാഴ്ച രാവിലെ 9:30-ന് ഡമാസ്കസിലേക്ക് മടങ്ങാനാണ് ബാവയുടെ തീരുമാനം. നേരത്തെ നിശ്ചയിച്ച ഔദ്യോഗിക പരിപാടികളെല്ലാം വെട്ടിച്ചുരുക്കി. 10 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ബാവ ഈ മാസം 17 വരെ കേരളത്തിൽ തുടരാനാണ് തീരുമാനിച്ചിരുന്നത്. മധു മുല്ലശ്ശേരി തികഞ്ഞ വർഗീയവാദിയാണെന്ന് മനസ്സിലാക്കുന്നതിൽ പാർട്ടിക്ക് തെറ്റുപറ്റിയെന്ന് CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V ജോയ്. വർഷങ്ങളോളം പാർട്ടി നൽകിയ ക്ലാസുകൾ മധു ഉൾക്കൊണ്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. മധു തികഞ്ഞ ജാതീയത കൊണ്ടു നടക്കുന്നയാളാണെന്ന് മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ലെന്നും V ജോയ് ന്യൂസ് 18 Q18. മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ UDF-ൽ ഭിന്നത. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ വിമർശനവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി രംഗത്ത് വന്നു. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണ്, അല്ലെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം വ്യക്തിപരമാണെന്നും മുസ്ലിം ലീഗിന് യോജിപ്പില്ലെന്നും ഷാജി തുറന്നടിച്ചു. മുനമ്പം സമരം 57ാം ദിവസത്തിലെത്തിയിട്ടും മുഖ്യമന്ത്രി മുനമ്പം ജനതയെ കാണുന്നില്ലെന്ന് കേരള ചുമതലയുള്ള BJP ജനറൽ സെക്രട്ടറി പ്രകാശ് ജാവദേക്കർ. വഖഫ് ഭേദഗതി ബിൽ പാസാക്കുന്നതോടെ ഈ പ്രശ്നം അവസാനിക്കും. നിർഭാഗ്യവശാൽ കേരളത്തിലെ ഇരു മുന്നണികളും വഖഫ് ബില്ലിനെ എതിർക്കുകയാണെന്നും ജാവദേക്കർ. പ്രധാനമന്ത്രി മോദി മുനമ്പം ജനതയ്ക്കൊപ്പമെന്ന് വഖഫ് വിഷയത്തിലെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അംഗം അപരാജിത സാരംഗി. വഖഫിനെതിരെ 96 ലക്ഷം പരാതി കിട്ടിയിട്ടുണ്ട്. 9 ലക്ഷം ഏക്കർ ഭൂമി വഖഫിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ V മുരളീധരൻ. രാഷ്ട്രീയ വിവാദങ്ങളുണ്ടാക്കി കേരളം നിരന്തരം കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നു. ദുരന്തത്തെ രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള ശ്രമത്തിന്
നിന്ന് CPM പിന്മാറണമെന്ന് വി മുരളീധരൻ. കൊച്ചി സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്ന ഇടപാടുകളെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് വി മുരളീധരൻ. LDFും UDFും ചേർന്ന് ജനങ്ങളെ വഞ്ചിച്ചു. ജനങ്ങളുടെ പണമെടുത്ത് ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കുന്ന സമീപനം അവസാനിപ്പിക്കണമെന്നും വി മുരളീധരൻ. തടസ്സ ഹർജി കൂടി വന്നതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ പൂഴ്ത്തിയ ഭാഗങ്ങൾ പുറത്തുവിടുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. തടസ്സ ഹർജി നൽകിയത് ആരെന്ന വിവരം പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ തയ്യാറാകുന്നില്ല. തടസ്സ ഹർജിയിൽ തീരുമാനമായ ശേഷമേ ഒഴിവാക്കിയ ഭാഗങ്ങൾ പുറത്തുവിടണമെന്ന അപ്പീലിൽ ഉത്തരവിറക്കാനാകൂ എന്നാണ് കമ്മീഷന്റെ വിശദീകരണം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നോഡൽ ഓഫീസറായി AIG G പൂങ്കുഴലിയെ നിയമിച്ചു. ഇരകൾക്ക് ഭീഷണിയുണ്ടായാൽ ഉടൻ സംരക്ഷണം നൽകുകയാണ് ചുമതല. ഇരകളിൽ നിന്ന് ലഭിച്ച അപേക്ഷകളിൽ ഉചിതമായ നടപടി സ്വീകരിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകുന്നതും പൂങ്കുഴലിയായിരിക്കും. സസ്പെൻഷനിലുള്ള N പ്രശാന്ത് IASന് കുറ്റാരോപണ മെമ്മോ. ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തെറ്റായ പ്രചാരണം നടത്തിയെന്ന് ആരോപണം. സസ്പെൻഷന് ശേഷവും അഭിമുഖം നൽകി. സർവീസ് ചട്ടലംഘനം തുടരുന്നുവെന്നും ചീഫ് സെക്രട്ടറി നൽകിയ മെമ്മോയിൽ പറയുന്നു. പിണറായിയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യാനിരുന്ന കോൺഗ്രസ് ഓഫീസിന് നേരെ ആക്രമണം. ജനൽ ചില്ലുകൾ തകർത്തു, വാതിലിന് തീയിട്ടു. വെണ്ടുട്ടായിൽ K സുധാകരൻ എന്ന് ഉദ്ഘാടനം ചെയ്യാനിരുന്ന ഓഫീസാണ് ആക്രമിക്കപ്പെട്ടത്. പിന്നിൽ CPM ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. എറണാകുളം പിറവത്ത് സ്കൂൾ അധ്യാപകനെതിരെ പോക്സോ കേസ്. വിദ്യാർത്ഥിനിയുടെ പരാതിയിലാണ് കേസ്. കഴിഞ്ഞ മാസം 14-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഉപജില്ലാ കലോത്സവം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അധ്യാപകൻ ഉപദ്രവിച്ചെന്നാണ് പരാതി. പിറവം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പാലക്കാട് കാലിത്തീറ്റയുടെ മറവിൽ വൻ സ്പിരിറ്റ് കടത്ത്. പാലക്കാട് എലപ്പുള്ളിയിൽ പോലീസ് സംഘം നടത്തിയ പരിശോധനയിൽ 3500 ലിറ്റർ സ്പിരിറ്റാണ് കണ്ടെത്തിയത്. ലോറിയിലുണ്ടായിരുന്ന 5 പേരെയും പാലക്കാട് സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബംഗളൂരുവിൽ നിന്നും കൊണ്ടുവന്ന സ്പിരിറ്റെന്ന് പോലീസ്. രക്ഷാപ്രവർത്തന പരാമർശത്തിൽ പിണറായി വിജയനെതിരെ കേസെടുക്കാനാവില്ലെന്ന് പോലീസ്. ഇക്കാര്യം വ്യക്തമാക്കി കൊച്ചി സെൻട്രൽ പോലീസ് എറണാകുളം CJM കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഈ മാസം 23-ന് വീണ്ടും കേസ് പരിഗണിക്കും. ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച ഹൈക്കോടതി മാർഗനിർദ്ദേശത്തെ തുടർന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശീവേലി എഴുന്നള്ളിപ്പിന് ആനകളുടെ എണ്ണം കുറച്ചു. 3 ആന എന്നത് ഒരാനയാക്കാനാണ് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി തീരുമാനം. അതിനിടെ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രതിഷേധവും ശക്തമാവുകയാണ്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഇന്ന് ആചാര സംരക്ഷണ കൂട്ടായ്മ സംഘടിപ്പിക്കും. വൈദ്യുതി നിരക്ക് വർധനവിൽ 1-ാം പ്രതി സർക്കാർ എന്ന് പ്രതിപക്ഷ നേതാവ്. 2-ാം പ്രതി റെഗുലേറ്ററി കമ്മീഷനും. കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും സർക്കാരിന്റെ അടുപ്പക്കാരാണ്. കേരള ജനതയെ അറിഞ്ഞുകൊണ്ട് ചതിച്ച സർക്കാരാണിതെന്നും അഴിമതി പണം പോയത് ഏതൊക്കെ പെട്ടികളിലേക്കെന്നും VD സതീശൻ. വൈദ്യുതി ചാർജ് വർധന ഉടൻ പിൻവലിക്കണമെന്നും ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമെന്നും AIYF. കേന്ദ്രത്തിന്റെ വൈദ്യുതി നയം സൃഷ്ടിക്കുന്ന അധിക ബാധ്യതയുടെ കണക്ക് പറഞ്ഞ് ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് AIYF സംസ്ഥാന പ്രസിഡന്റ് N അരുണും സെക്രട്ടറി TT ജിസ്മോനും അറിയിച്ചു. നടൻ കാളിദാസ് ജയറാമിന്റെ വിവാഹം ഗുരുവായൂരിൽ നടന്നു. താരിണിയാണ് വധു. സാക്ഷ്യം വഹിക്കാൻ സുരേഷ് ഗോപി അടക്കമുള്ള നിരവധി പ്രമുഖർ എത്തി. എറണാകുളം അയ്യൻകുഴി നിവാസികളുടെ സമരം 26 ദിവസം പിന്നിട്ടു. പുനരധിവാസം നടപ്പാക്കുന്നതുവരെ സമരം തുടരാനാണ് തീരുമാനം. താൻ അയ്യൻകുഴി നിവാസികൾക്കൊപ്പമാണെന്നും ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്നും ജില്ലാ കളക്ടർ. കാനം രാജേന്ദ്രന്റെ ഓർമ്മകൾക്ക് 2 ആണ്ട്. മുന്നണി ബന്ധത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഐക്യത്തിനും ഏറ്റവും താൽപര്യം കാണിച്ച CPI സെക്രട്ടറിയായിരുന്നു കാനം. കാനത്തെ അനുസ്മരിച്ച് പാർട്ടി നേതാക്കളും പ്രവർത്തകരും. ബിഷപ്പ് ജോസഫ് ഗ്രിഗോറിയോസ് യാക്കോബായ സഭയുടെ അടുത്ത അധ്യക്ഷനാകും. നിലവിൽ മെത്രാപ്പൊലീത്തൻ ട്രസ്റ്റിയാണ് ജോസഫ് ഗ്രിഗോറിയോസ്. മലയക്കുരിശ് ദയറായിൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് പാത്രിയാർക്കീസ് ബാവയാണ് ഇക്കാര്യം അറിയിച്ചത്. സ്ഥാനാരോഹണം തീയതി സംബന്ധിച്ച് പിന്നീട് പ്രഖ്യാപനമുണ്ടാകും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാനങ്ങളുടെ യാത്ര മുടക്കി പട്ടം.
ഇന്നലെ വൈകിട്ട് റൺവേക്ക് മുകളിൽ 200 അടി ഉയരത്തിലാണ് പട്ടം പറന്നത്. ഇതേ തുടർന്ന് 2 മണിക്കൂറോളം വ്യോമഗതാഗതം തടസ്സപ്പെട്ടു. 4 വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയും 2 വിമാനങ്ങളുടെ യാത്ര താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. ആകാശത്ത് തന്നെ തങ്ങുന്നതിനുള്ള നിർദ്ദേശവും നൽകി. പട്ടം തനിയെ റൺവേയിൽ പതിച്ച ശേഷമാണ് വിമാന സർവീസുകൾ പുനരാരംഭിച്ചത്. കിളിമാനൂരിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികനായ കടക്കൽ ഇടത്തറ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. MC റോഡിൽ കിളിമാനൂർ മണലേത്ത് പച്ചയിൽ ഇന്നലെ രാത്രി 11:30ഓടെയായിരുന്നു അപകടം. പത്തനംതിട്ട കലഞ്ഞൂർ ഇടത്തറയിൽ അയ്യപ്പന്മാരുടെ വാഹനം അപകടത്തിൽപ്പെട്ട് തീപിടിച്ചു. തെലങ്കാന സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ മതിലിലിടിച്ച് തീപിടിക്കുകയായിരുന്നു. വാഹനം പൂർണ്ണമായി കത്തിനശിച്ചു. വാഹനത്തിലുണ്ടായിരുന്നവരെ പത്തനാപുരം സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരുക്ക് ഗുരുതരമല്ല. തിരുവനന്തപുരത്ത് മോഷ്ടിച്ച ആനക്കൊമ്പ് വിൽക്കാൻ ശ്രമിച്ച സംഭവത്തിൽ 2 പേർ വനം വകുപ്പിന്റെ പിടിയിൽ. വിനീത്, നിബു ജോൺ എന്നിവരാണ് പിടിയിലായത്. 4 കിലോയോളം വരുന്ന 2 ആനക്കൊമ്പുകൾ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. വെള്ളനാട് ക്ഷേത്രത്തിൽ നിന്നാണ് വനം വകുപ്പ് സ്പെഷ്യൽ ഫ്ലൈയിംഗ് സ്ക്വാഡ് ഇരുവരെയും പിടികൂടിയത്. കൊല്ലം പത്തനാപുരത്ത് വീണ്ടും പുലി ഇറങ്ങി. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ കണ്ണങ്കര ഭാഗത്തിറങ്ങിയ പുലി വളർത്തുമൃഗത്തെ ആക്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റ പശുക്കുട്ടി പുലർച്ചെയോടെ ചത്തു. വനം വകുപ്പിനെ വിവരമറിയിച്ചതോടെ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ പുലിയുടെ ആക്രമണമാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. സഭയിൽ സമാധാനവും ഐക്യവും ശാശ്വതമായി നിലനിൽക്കണമെന്ന് പാത്രിയാർക്കീസ് ബാവ. ചർച്ചകൾക്ക് സന്നദ്ധമായി തന്നെയാണ് സഭ നിലകൊള്ളുന്നത്. കോടതികളിലൂടെ സഭയിൽ സമാധാനം ശാശ്വതമായി നടപ്പാക്കാൻ കഴിയില്ല. ചർച്ചകളിലൂടെയും സ്നേഹത്തിലൂടെയും മാത്രമേ ഇതിന് കഴിയൂ എന്നും യാക്കോബായ സഭ പരമാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാർക്കിയർക്കീസ് ബാവ. പതിവ് തെറ്റിക്കാതെ അയ്യപ്പന് വനവിഭവങ്ങളുമായി അഗസ്ത്യാർകൂടത്തെ ഗോത്രവിഭാഗമായ കാണിമാർ ഇത്തവണയും എത്തി. 150 അംഗ സംഘമാണ് ഇത്തവണ ശബരിമല സന്നിധാനത്തെത്തിയത്. സംഘാംഗങ്ങളിൽ പലരും ശബരിമല ദർശനത്തിനു വേണ്ടി മാത്രമാണ് കാട് വിട്ടിറങ്ങിയത്. ദേശീയ വാർത്തകൾ. ഡൽഹി ചലോ മാർച്ച് തുടങ്ങിയ കർഷകർക്ക് നേരെ വീണ്ടും പോലീസ് നടപടി. ശംഭു അതിർത്തിയിൽ നിന്ന് മാർച്ച് നടത്തിയ കർഷകരെ തടഞ്ഞ ഹരിയാന പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. പോലീസ് നടപടിയിൽ 8 കർഷകർക്ക് പരിക്കേറ്റു. പോലീസ് നടപടിയുടെ പശ്ചാത്തലത്തിൽ മാർച്ച് ഇന്നത്തേക്ക് നിർത്തിവെക്കുന്നതായി കർഷകർ. മഹാരാഷ്ട്ര സർക്കാരിൽ വകുപ്പ് വിഭജനം അനിശ്ചിതത്വത്തിൽ. ആഭ്യന്തര വകുപ്പ് വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഏക്നാഥ് ഷിൻഡെ. ഇക്കാര്യത്തിൽ മുന്നണി നേതൃത്വം ഇന്ന് അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് സൂചന. പിന്നാലെ മന്ത്രിസഭ വികസിപ്പിക്കാനും സാധ്യതയുണ്ട്. ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിന് പിന്നാലെ അജിത് പവാറിന് ആശ്വാസമായി ട്രിബ്യൂണൽ കോടതി വിധി. അജിത് പവാറിന്റെ പേരിലുള്ള 1000 കോടിയുടെ ബനാമി കേസ് അവസാനിപ്പിച്ചു. ഇതോടെ കേസ് അവസാനിപ്പിച്ച് IT വകുപ്പ്. ഇന്ത്യ സഖ്യത്തിൽ നേതൃപ്രതിസന്ധിക്കിടെ മമതാ ബാനർജിക്ക് പിന്തുണയുമായി ശരത് പവാർ. ഇന്ത്യ ബ്ലോക്കിന്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കാമെന്ന് മമതാ ബാനർജി. ന്യൂസ് 18 ബംഗ്ലാ അഭിമുഖത്തിലായിരുന്നു മമതയുടെ പ്രതികരണം. പ്രധാനമന്ത്രിയെ അപായപ്പെടുത്തുമെന്ന് വാട്സാപ്പ് സന്ദേശം. മുംബൈ പോലീസിനാണ് സന്ദേശം ലഭിച്ചത്. രാജസ്ഥാനിൽ അജ്മീറിൽ നിന്നാണ് സന്ദേശമെത്തിയത്. പ്രധാനമന്ത്രിയെ ലക്ഷ്യമിട്ട് 2 IS ഭീകരർ സജ്ജമായെന്ന് സന്ദേശത്തിലെ ഭീഷണി. ജമ്മുകശ്മീരിലെ ഉദ്ധംപൂരിൽ വെടിവെപ്പ്. 2 പോലീസുകാർ വെടിയേറ്റ് മരിച്ചു. ഒരാളെ വെടിവെച്ചു കൊന്ന് മറ്റേയാൾ ആത്മഹത്യ ചെയ്തെന്ന് പ്രാഥമിക നിഗമനം. അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്ന 10 ബംഗ്ലാദേശ് പൗരന്മാർ അറസ്റ്റിൽ. ത്രിപുരയിൽ വെച്ച് കസ്റ്റഡിയിലെടുത്ത അവരെ ചോദ്യം ചെയ്ത് പോലീസ്. 2 സ്ത്രീകൾ ഉൾപ്പെടെ 10 അംഗ സംഘമാണ് പിടിയിലായത്. ഗാസിയാബാദിൽ യുവാവിനെ തലയെറുത്തു കൊന്ന ശേഷം തലയോട്ടി ദുർമന്ത്രവാദത്തിന് ഉപയോഗിച്ച സംഭവത്തിൽ 4 പേർ പിടിയിൽ. പരമാത്മ, നരേന്ദ്ര, പവൻ, പങ്കജ് എന്നിവരാണ് പിടിയിലായത്. 2 പേർ ദുർമന്ത്രവാദം ചെയ്യുന്നവരാണെന്നും യൂട്യൂബ് നോക്കിയാണ് മന്ത്രവാദം പഠിച്ചതെന്നും ഗാസിയാബാദ് പോലീസ്. 6 മാസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് അറസ്റ്റിൽ കലാശിച്ചത്. ഇലക്ട്രിക് SUV BE6യുടെ പേര് BE6 എന്നാക്കി മാറ്റുമെന്ന് മഹീന്ദ്ര. ഇൻഡിഗോ ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ പരാതിയെ തുടർന്നാണ് തീരുമാനം. വാഹനത്തിന്റെ പേര് മാറ്റുമെങ്കിലും പേരിന്മേൽ ഇൻഡിഗോയുമായുള്ള നിയമയുദ്ധം തുടരുമെന്നും മഹീന്ദ്ര.
മഹാകുംഭമേളയോടനുബന്ധിച്ച് വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രയാഗ്രാജിലേക്ക് പ്രത്യേക ടൂറിസ്റ്റ് ട്രെയിനുകൾ സർവീസ് നടത്തും. IRCTCയുടെ ആഭിമുഖ്യത്തിൽ മഹാകുംഭ പുണ്യക്ഷേത്ര യാത്ര എന്ന പേരിലാണ് പ്രത്യേക ടൂറിസ്റ്റ് ട്രെയിൻ സർവീസ്. 2025 ഫെബ്രുവരി 18-ന് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് സർവീസ് പുറപ്പെടുക. അന്താരാഷ്ട്ര വാർത്തകൾ. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും. റിയാദ് ക്രിമിനൽ കോടതി വിധി പറയുന്നത് മാറ്റി. സൗദി ബാലൻ കൊല്ലപ്പെട്ട 18 വർഷമായി ജയിലിൽ കഴിയുകയാണ് റഹീം. വിധി പറയുന്നത് മാറ്റിയതിൽ നിരാശയെന്ന് അബ്ദുൾ റഹീമിന്റെ കുടുംബം പ്രതികരിച്ചു. അടുത്ത സിറ്റിംഗിൽ അനുകൂല ഉത്തരവ് പ്രതീക്ഷിക്കുന്നതായി സഹോദരൻ നസീർ. പുതിയൊരു അറിയിപ്പുണ്ടാകും വരെ സിറിയയിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇന്ത്യക്കാർക്ക് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. നിലവിൽ സിറിയയിലുള്ളവർക്ക് ലഭിക്കുന്ന വിമാനത്തിൽ രാജ്യം വിടണമെന്നും നിർദ്ദേശം. അത്യാവശ്യ സാഹചര്യത്തിലല്ലാതെ പുറത്തിറങ്ങരുത്. സിറിയയിലുള്ളവർ ഡമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി നിരന്തരം ബന്ധം പുലർത്തണമെന്നും ആഭ്യന്തര വകുപ്പ്. രാജ്യത്തുടനീളമുള്ള മുന്നേറ്റത്തെ തുടർന്ന് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ ഞായറാഴ്ച പുലർച്ചെ വിമതരുടെ ആഘോഷങ്ങൾ. ആകാശത്തേക്ക് വെടിയുതിർത്തും ആഘോഷം. പ്രസിഡന്റ് ബാഷർ അസദ് അജ്ഞാത സ്ഥലത്തേക്ക് രാജ്യം വിട്ടതായി സിറിയൻ പ്രതിപക്ഷ യുദ്ധ നിരീക്ഷകരുടെ റിപ്പോർട്ടിന് പിന്നാലെയാണ് ആഘോഷങ്ങൾ. ബ്രിട്ടനിൽ വ്യാപക നാശനഷ്ടം വിതച്ച് ഡാറ ചുഴലിക്കാറ്റ്. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ് എന്നിവിടങ്ങളിൽ ലക്ഷക്കണക്കിന് വീടുകൾ ഇരുട്ടിൽ. കനത്ത മഴയെ തുടർന്ന് രാജ്യവ്യാപകമായി വെള്ളപ്പൊക്ക മുന്നറിയിപ്പ്. 145 കിലോമീറ്റർ വേഗത്തിലാണ് കാറ്റ് വീശിയത്. കത്തോലിക്ക സഭയ്ക്ക് അഭിമാന നിമിഷമായി ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ജേക്കബ് കൂവക്കാട്ട് കർദിനാളായി സ്ഥാനമേറ്റു. വൈദികനായിരിക്കെ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ പുരോഹിതനാണ് മാർ ജോർജ് ജേക്കബ് കൂവക്കാട്ട്. ചടങ്ങിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട്ടിന്റെ സ്ഥാനാരോഹണ ദിനത്തോടനുബന്ധിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നയിച്ച ഇന്ത്യൻ പ്രതിനിധി സംഘം പോപ്പ് ഫ്രാൻസിസിനെ സന്ദർശിച്ചു. സംഘത്തിൽ കോൺഗ്രസ് MP കൊടിക്കുന്നിൽ സുരേഷ്, മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, ടോം വടക്കൻ, അനിൽ ആന്റണി, അനൂപ് ആന്റണി എന്നിവരും ഉണ്ടായിരുന്നു. ലോകത്തിലെ ആദ്യത്തെ പറക്കും തളികയുടെ ആകൃതിയിലുള്ള ഇലക്ട്രിക് വിമാനം സെജിയാങ്ങിൽ പ്രദർശിപ്പിച്ചു. കിഴക്കൻ ചൈനയിലെ ഷെജിയാങ് പ്രവിശ്യയിലെ ഹാങ്ഷോവിൽ നടന്ന സെജിയാങ് ഇന്റർനാഷണൽ ഇന്റലിജൻസ് ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രി എക്സ്പോയിലാണ് വിമാനം പ്രദർശിപ്പിച്ചത്. 360 ഡിഗ്രി കാഴ്ച ഉറപ്പാക്കാനായി വിമാനത്തിൽ ഗ്ലാസ് ക്യാനോപ്പി സജ്ജീകരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മാധ്യമങ്ങളെ നിയന്ത്രിക്കണമെന്ന് ബംഗ്ലാദേശ്. ഇന്ത്യക്കാർ വ്യാജ വാർത്തകളോട് അമിതമായി പ്രതികരിക്കുന്നതായും ബംഗ്ലാദേശ് മാധ്യമങ്ങൾ. വാർത്തകൾ ഊതിവീർപ്പിച്ച് നൽകുന്നുവെന്നാണ് ആക്ഷേപം. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയെ നേരിട്ട് അറിയിക്കുമെന്നും ഇടക്കാല സർക്കാർ വ്യക്തമാക്കി. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സുക് യോലിനെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രതിപക്ഷ പ്രമേയം പരാജയപ്പെട്ടു. ഭരണകക്ഷിയായ പീപ്പിൾ പവർ പാർട്ടിയിലെ പാർലമെന്റ് അംഗങ്ങൾ വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചതോടെ പ്രമേയം പാസാക്കാൻ ആവശ്യമായ 3-2 ഭൂരിപക്ഷം ലഭിച്ചില്ല. ഇതോടെ പ്രമേയത്തിന് സാധുതയില്ലെന്ന് ദേശീയ അസംബ്ലി സ്പീക്കർ പ്രഖ്യാപിക്കുകയായിരുന്നു. ദുബായിൽ നടപ്പാതകളുടെ വൻ നിർമ്മാണങ്ങളുമായി ദുബായ് വാക് പദ്ധതി. ദുബായിലെ 160 പ്രദേശങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാൻ 6500-ലേറെ കിലോമീറ്റർ നീളത്തിൽ നടപ്പാതകൾ നിർമ്മിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തും പ്രഖ്യാപനം നടത്തി. പ്രാദേശിക വാർത്തകൾ. ഒല്ലൂർ പോലീസിന് നേരെ വീണ്ടും ആക്രമണം. സീനിയർ സിവിൽ പോലീസ് ഓഫീസറുടെ കൈയൊടിച്ചു. എരവിമംഗലം ഷഷ്ടിക്കിടെയായിരുന്നു ആക്രമണം. സംഭവവുമായി ബന്ധപ്പെട്ട് SFI മുൻ ഏരിയ സെക്രട്ടറിയും CPM ചിറ്റിശ്ശേരി മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുമായ അനന്തു പോലീസ് കസ്റ്റഡിയിൽ. MK രാഘവൻ MPയെ വഴിയിൽ തടഞ്ഞ സംഭവത്തിൽ 4 കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടി. KP ശശി, ശശിധരൻ കാപ്പാടൻ, സതീഷ് കുമാർ, വരുൺ കൃഷ്ണൻ എന്നിവർക്കെതിരെയാണ് നടപടി. ഇവരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തു. മാടായി കോളേജ് നിയമനവുമായി ബന്ധപ്പെട്ടാണ് MK രാഘവനെ വഴിയിൽ തടഞ്ഞത്. ഡോക്ടർ BR അംബേദ്കർ ഗ്രാമം നിർമ്മാണോദ്ഘാടനം കഠിനകുളം ഗ്രാമപഞ്ചായത്തിൽ മന്ത്രി OR കേളു നിർവഹിച്ചു. കേരള സംസ്ഥാന സർക്കാർ പട്ടികജാതി വികസന വകുപ്പ് മുഖേന 1 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ ഉന്നമനത്തിനും പുരോഗതിക്കുമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. ചൂർണിക്കര പഞ്ചായത്തിലെ അശോക ഗ്രൗണ്ട് നഷ്ടമാകുമെന്ന ആശങ്കയിൽ കായിക പ്രേമികൾ. പഞ്ചായത്തിലെ
ഭൂരഹിതർക്ക് അശോക ഗ്രൗണ്ട് പതിച്ചു നൽകണമെന്ന ആവശ്യം ഉയർന്നതോടെയാണ് ഗ്രൗണ്ടിന്റെ ഭാവി ആശങ്കയിലായത്. നിരവധി സംസ്ഥാന ദേശീയ കായിക താരങ്ങൾക്ക് ജന്മം നൽകിയ അശോക ഗ്രൗണ്ട് കളിസ്ഥലമായി നിലനിർത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച ഹൈക്കോടതി മാർഗനിർദ്ദേശത്തിൽ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് ആറാട്ടുപുഴയിൽ പ്രതീകാത്മക പൂരം നടത്തി. ക്ഷേത്രം ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതീകാത്മക പൂരത്തിൽ പെരുവനം കുട്ടന്മാരാർ മേള പ്രമാണിയായി. ഇന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ തൃശൂരിൽ ആചാര സംരക്ഷണ കൂട്ടായ്മയും ചേരും. ഡെങ്കിപ്പനി ഭീതിയിലാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് നഗരസഭ. ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മത്സ്യ മാർക്കറ്റ്, റെയിൽവേ സ്റ്റേഷൻ റോഡ് എന്നിവിടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. ഇവിടെ കെട്ടിക്കിടക്കുന്ന മലിനജലം രോഗത്തിന് കാരണമാകുമെന്ന് മുന്നറിയിപ്പ്. മീൻപെട്ടികൾ നീക്കം ചെയ്യാതെ കൂട്ടിയിടുന്നത് കൊതുകുകൾ പെരുകാൻ കാരണമാകുന്നു. ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം വിഴിഞ്ഞത്തെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമാകുന്നു. മാലിന്യം സംസ്കരിക്കുന്ന ബയോ മൈനിംഗ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെയാണ് പ്രശ്നപരിഹാരത്തിന് വഴി തെളിഞ്ഞത്. സോഷ്യോ ഇക്കണോമിക് യൂണിറ്റ് ഫൗണ്ടേഷനാണ് ബയോ മൈനിംഗ് ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. തരംതിരിച്ച മാലിന്യം തമിഴ്നാട്ടിലെ സിമന്റ് കമ്പനികളുടെ ചൂളകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന രീതിയിൽ സംസ്കരിക്കാനാണ് ഉദ്ദേശം. മാലിന്യം വേർതിരിക്കുന്നതിനുള്ള പ്ലാന്റ് ഉടൻ സ്ഥാപിക്കും. വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ സമ്പൂർണ്ണ ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയം. പൊഴുതന സ്വദേശിയായ 71 വയസ്സുകാരിക്കാണ് ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. സ്വകാര്യ ആശുപത്രിയിൽ ലക്ഷങ്ങൾ ചെലവ് വരുന്ന ശസ്ത്രക്രിയ സർക്കാരിന്റെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർണ്ണമായും സൗജന്യമായാണ് പൂർത്തീകരിച്ചത്. ടീം അംഗങ്ങളെ അഭിനന്ദിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ താലൂക്ക് അദാലത്ത് നാളെ മുതൽ. അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ രാവിലെ 10-ന് മുഖ്യമന്ത്രി നിർവഹിക്കും. താലൂക്ക് തലത്തിൽ പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നത്. IFFK മീഡിയ സെൽ തുറന്നു. തിരുവനന്തപുരത്ത് ടാഗോർ തിയേറ്ററിലാണ് മീഡിയ സെൽ പ്രവർത്തിക്കുക. 21 പേരടങ്ങുന്ന സംഘത്തിന്റെ സേവനം മീഡിയ സെല്ലിൽ ലഭ്യമാണ്. കായിക വാർത്തകൾ. അഡ്ലൈഡ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് ആധികാരിക ജയം. 10 വിക്കറ്റിനാണ് ഓസീസ് ഇന്ത്യയെ തകർത്തത്. ഇതോടെ പരമ്പരയിൽ ഓസ്ട്രേലിയ ഇന്ത്യക്കൊപ്പമെത്തി. കേരള ബ്ലാസ്റ്റേഴ്സിന് ബംഗളൂരു FCയോട് ദയനീയ പരാജയം. 2-4 ഗോളുകൾക്കാണ് തോൽവി. ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ കണ്ടത് ബംഗളൂരുവിന്റെ സർവാധിപത്യം. ലാലിഗ ഫുട്ബോളിൽ റയൽ മാഡ്രിഡിന് തകർപ്പൻ ജയം. ജിറോണയെ തകർത്തത് എതിരില്ലാത്ത 3 ഗോളുകൾക്ക്. നിലവിൽ ലീഗ് ടേബിളിൽ 4-ാം സ്ഥാനത്താണ് റയൽ മാഡ്രിഡ്. ഡിഫെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ 10-ാം റൗണ്ടിലും സമനിലയിൽ പിരിഞ്ഞ് ഇന്ത്യയുടെ ഗുകേഷും നിലവിലെ ചാമ്പ്യനായ ചൈനയുടെ ഡിങ് ലിറനും. മത്സരം ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ്. 14 മത്സരങ്ങളും പൂർത്തിയാകുമ്പോഴും സമനില തുടർന്നാൽ റാപ്പിഡ് ഗെയിമുകളിലേക്ക് മത്സരം നീളും. BCCI ഇടക്കാല സെക്രട്ടറിയായി ദേവജിത്ത് സൈക്കിയ. BCCI പ്രസിഡന്റ് റോജർ ബിന്നിയാണ് ദേവജിത്തിനെ നിയമിച്ചത്. നിലവിലെ സെക്രട്ടറി ജയ്ഷ ICC ചെയർമാനായ ഒഴിവിലാണ് നിയമനം. ബിസിനസ് വാർത്തകൾ. സംസ്ഥാനത്ത് മുട്ട വിലയിൽ വർധന. മുട്ട ഒന്നിന് 25 പൈസയാണ് കൂട്ടിയത്. ക്രിസ്മസിനോടനുബന്ധിച്ച് ആവശ്യകത കൂടിയതും ഉൽപാദനത്തിലെ കുറവുമാണ് വില വർധനയ്ക്ക് കാരണം. നാമക്കല്ലിൽ നിന്ന് ഗൾഫിലേക്കുള്ള മുട്ട കയറ്റുമതി കൂടിയതും വില കൂടാൻ കാരണമായി. നാമക്കല്ലിൽ നിന്നാണ് കേരളത്തിലേക്ക് മുട്ട എത്തുന്നത്. നിലവിൽ 6 രൂപ 90 പൈസയാണ് മുട്ട വില. സിനിമാ വാർത്തകൾ. ബൈക്ക് കേന്ദ്ര കഥാപാത്രമാകുന്ന യമഹ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. പാലാ ക്രിയേഷൻസിന്റെ ബാനറിൽ മധു ജി കമലം രചന നടത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. കഥാകൃത്ത് സുധി ഉണ്ണിത്താന്റെ ജീവിതത്തിലുണ്ടായ സംഭവ ബഹുലമായ കഥയാണ് യമഹ എന്ന ചിത്രത്തിന് ആധാരം. ഗുഡ്വിൽ എന്റർടൈൻമെന്റിന്റെ പുതിയ ചിത്രം നാരായണീന്റെ 3 ആൺമക്കൾ റിലീസിനെത്തുന്നു. അടുത്ത വർഷം ജനുവരി 26-ന് ചിത്രം വേൾഡ് വൈഡ് റിലീസ് ചെയ്യും. ജോജു ജോർജ്, സുരാജ് വെഞ്ഞാറൻമൂട്, അലൻസിയർ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. പുഷ്പ 2 ആഗോളതലത്തിൽ 500 കോടി ക്ലബിൽ. ചിത്രം ഇതിനകം ആദ്യ ഭാഗമായ പുഷ്പ ദ റൈസിന്റെ ലൈഫ് ടൈം ബിസിനസിനെ മറികടന്നു. 115 കോടിയാണ് ഇന്നലെ മാത്രം ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് റിപ്പോർട്ട്. നടിയും ഗായികയുമായ
യൂലിയ വന്തൂറിന്റെ അച്ഛന്റെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്ത് ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാൻ. ദുബായിൽ നടന്ന ആഘോഷത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ യൂലിയ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചു. കഴിഞ്ഞ മാസം സൽമാൻ ഖാന്റെ പിതാവ് സലിം ഖാന്റെ പിറന്നാൾ ആഘോഷത്തിൽ യൂലിയയും പങ്കെടുക്കുകയും ആശംസകൾ നേരുകയും ചെയ്യുകയായിരുന്നു. സ്വകാര്യ വീഡിയോ ഓൺലൈനിൽ ചോർന്നുവെന്ന പോസ്റ്റുകളിൽ പ്രതികരിച്ച് നടി പ്രഗ്യ നാഗ്ര. ചില ദുഷ്ടമനസ്സുകൾ തനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുകയാണെന്ന് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ നടി വ്യക്തമാക്കുന്നു. ഇപ്പോഴും ഇത് അംഗീകരിക്കാനായിട്ടില്ലെന്നും കരുത്തിയായിരിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നും നടി. എല്ലാവരും സുരക്ഷിതരായിരിക്കാൻ പ്രാർത്ഥിക്കുന്നുവെന്നും പ്രഗ്യ. ന്യൂയോർക്കിലെ വൈവിധ്യം നിറഞ്ഞ കാഴ്ചകൾ ആസ്വദിച്ച് നടി ഹൻസിക. ഈ ആഴ്ചയിലെ ആഹ്ലാദം ന്യൂയോർക്കിലാണെന്ന് കുറിച്ചുകൊണ്ടാണ് ഹൻസിക യാത്രാചിത്രങ്ങൾ പങ്കുവച്ചത്. എത്ര കണ്ടാലും മതിവരാത്ത അത്ര അത്ഭുതങ്ങളാണ് ഈ നഗരം സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നതെന്നും ഹൻസിക ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.